ലക്ഷദ്വീപ്, ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറിയായ ലക്ഷദ്വീപ്. സമുദ്രത്തിൻ്റെ സൗന്ദര്യവും ദ്വീപിലെ ജനങ്ങളുടെ സ്നേഹപൂർവമായ ഇടപെടലും സാംസ്കാരിക സമ്പത്തും ആസ്വദിക്കാൻ ഒരിക്കലെങ്കിലും ഇവിടേക്ക് യാത്ര ചെയ്യണം. കൊച്ചിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ കപ്പൽ യാത്രയാണ് ലക്ഷദ്വീപിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായിട്ടുള്ളത്. ഏകദേശം 14 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ലക്ഷദ്വീപിൽ എത്തിച്ചേരും. ഫ്ലൈറ്റിലാണ് വരുന്നതെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്താവുന്നതാണ്. കടലിലെ കാഴ്ചകളും കപ്പലിലെ അനുഭവങ്ങളും മുമ്പെങ്ങും യാത്ര ചെയ്യാത്ത ആളുകൾക്ക് വളരെ നല്ലൊരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. കൂടാതെ ഹെലികോപ്റ്റർ സർവീസും ഇവിടെ ലഭ്യമാണ്. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ഹെലികോപ്റ്റർ സർവീസ് ഉപയോഗപ്പെടുത്തുന്നത്. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വളരെ ശുദ്ധവും സ്വച്ഛവുമാണ്. മത്സ്യബന്ധനമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ. ആകെ 36 ദ്വീപുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ 10 ദ്വീപുകളിൽ മാത്രമാണ് മനുഷ്യവാസ യോഗ്യമായുള്ളത്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി എന്നറിയപ്പെടുന്ന ഒരു ദ്വീപാണ്. ആ ദ്വീപിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ എനിക്കിതിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടുത്തെ ചില പ്രത്യേക സ്ഥലങ്ങൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. കവരത്തി ലഗൂൺ സ്നോർക്കലിങ്ങിനും സ്കൂബ ഡൈവിങ്ങിനും പറ്റിയ ഒരു ദ്വീപാണിത്. സ്കൂബ ഡൈവിങ് ചെയ്ത് കടലിൻ്റെ അടിത്തട്ടിലെ കാഴ്ചകൾ വളരെ മനോഹരമായി ആസ്വദിക്കാവുന്നതാണ്. മറീന അക്വേറിയം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ലക്ഷദ്വീപിലെ സമുദ്രജീവികളുടെ വിശാലമായ ഒരു ശേഖരം നമുക്കിവിടെ കാണാൻ കഴിയും. സമുദ്രജീവികളുടെ ഒരു അക്വേറിയം അതാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പല സ്പീഷീസിലുള്ള സമുദ്രജീവികളെ നമുക്ക് ഇവിടെ വളരെ വ്യക്തമായി വളരെ അക്വേറിയത്തിൻ്റെ വേറൊരു പ്രത്യേകത ബേബി ഷാർക്കിൻ്റെ സ്കെൽട്ടനാണ്. ഒരു സ്കെൽട്ടൺ, ബേബി ഷാർക്കിൻ്റെ സ്കെൽട്ടൺ വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ സ്കെൽട്ടൺ വളരെ കൗതുകമുളവാക്കുന്ന ഒരു സംഗതിയാണ്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പഴമ നിഴലുള്ള മതപൈതൃക മസ്ജിദ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ ഇവിടുത്തെ ഏക പെട്രോൾ പമ്പ് നിങ്ങൾക്കിവിടെ കാണാം. ഇപ്പോൾ കാണുന്നത് കവരത്തിയുടെ ലൈറ്റ് ഹൗസിൽ നിന്നുള്ള കാഴ്ചയാണ്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നാൽ ദ്വീപിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സമുദ്രവും ദ്വീപിൻ്റെ മുഴുവൻ വ്യാപ്തിയും ഈ ഒരൊറ്റ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. അടുത്തിടെ ഇറങ്ങിയ ഒരു മലയാള ചലച്ചിത്രം പൃഥ്വിരാജിൻ്റെ അനാർക്കലി ചിത്രീകരിച്ചിരിക്കുന്നത്, ഷൂട്ടിംഗ് നടന്നത് ഈ ഒരു ലൊക്കേഷനിൽ വെച്ചാണ്. വളരെ മനോഹരമായൊരു വ്യൂ ആണ് ഈ ഒരു ലൈറ്റ് ഹൗസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അനാർക്കലി എന്ന പൃഥ്വിരാജിൻ്റെ മലയാളം ചിത്രത്തിൽ വളരെ ഭംഗിയായി ലക്ഷദ്വീപിൻ്റെ ഭംഗി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലമാണ് കൊച്ചിയിൽ നിന്നും കവരത്തിയിലേക്ക് വരുന്ന ഷിപ്പുകൾ അടുപ്പിക്കുന്ന സ്ഥലം. ലക്ഷദ്വീപിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഒരു വീഡിയോയിൽ ലക്ഷദ്വീപിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.